ഡോക്ടർ ശശി തരൂര് കുറച്ച് നാളായിട്ട് നമ്മുടെ രാഷ്ട്രീയ ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, തരൂര് നരേന്ദ്രമോദിയുടെ വിദേശ നയതന്ത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയും അതിനെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് തരൂർ നിറഞ്ഞു നിൽക്കുന്നത്. അത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റു ചിലർക്ക് അസ്വസ്ഥതയും ഉണ്ടാക്കുന്നുണ്ട്. നരേന്ദ്രമോദി ശശി തരൂരിനെ മനസ്സിലാക്കി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയത്തിൻ്റെ കാര്യങ്ങൾ ലോകം മുഴുവൻ അറിയിക്കാനായിട്ട് ഏത് തരത്തിലാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നീക്കത്തിന് പിന്നിൽ, പാകിസ്ഥാൻ ഭീകരതയുടെ ഉറവിടമാണ്, ഇതെല്ലാം ലോകത്തിനു മുമ്പിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി 7 സംഘാംഗങ്ങളെ പല ഗ്രൂപ്പുകളായി തിരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. അതിലെ ഒരു സംഘത്തിൻ്റെ പ്രധാന തലവൻ തന്നെയായിരുന്നു ശശി തരൂർ. ശശി തരൂർ വിദേശത്ത് ഇതിലൂടെ നേടിയ ഒരു ഇമേജ് വളരെ വലുതാണ്. ശശി തരൂരിന് അല്ലാതെ തന്നെ തരൂരിൻ്റെതായ തരത്തിലുള്ള ഒരു നേട്ടമുണ്ട്. അതിനെ ഒന്നുകൂടി മുൻപന്തിയിലെത്തുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം വിദേശത്ത് നടത്തിയ പര്യടനത്തിൽ നിന്ന് കിട്ടിയത്. അദ്ദേഹം അവിടെ പോയി പറഞ്ഞത് തന്നെ, ഞാൻ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്, പക്ഷെ അവിടെ പാർലമെന്റിൽ ഞാൻ ഈ പ്രതിപക്ഷ ബെഞ്ചിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല, രാജ്യസ്നേഹിയായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ പാർട്ടിയുടെ നയമല്ല, പൊതുവായ നയമായിരിക്കും സ്വീകരിക്കുക എന്ന് ശശി തരൂർ ആവർത്തിച്ചു പറയുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. തരൂരിനോടൊപ്പം വിദേശത്തേക്ക് പോയ പ്രതിപക്ഷ നിരയിലെ മറ്റു പലരുമുണ്ട്. എല്ലാവർക്കും തന്നെ കോൺഗ്രസ് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് വിദേശത്ത് പോയി, പക്ഷെ ഇവിടെ വന്നിട്ടും പിന്നെയും നരേന്ദ്രമോദിയെ വാഴ്ത്തുന്ന രീതി നന്നല്ല എന്ന് പ്രത്യേക നിർദ്ദേശം നൽകി വായടച്ചുകൊള്ളണമെന്ന് പറയുകയുണ്ടായി. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്ന പഴങ്കഥയിലെ കുട്ടിയാണ് ഞാൻ. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ശശി തരൂരും. നരേന്ദ്രമോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ വാനോളം വാഴ്ത്തിയിട്ടുണ്ട്. ശരിയായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റമാണ് തരൂർ കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരെ ഇത്തരം സന്ദർഭങ്ങളിൽ വിദേശ സംഘങ്ങളെ അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട്. വിദേശ സന്ദർശക സംഘത്തിന്റെ വിജയസാധ്യത ചോദ്യം ചെയ്തവരെ വിമർശിക്കുന്ന തരൂർ, സംഘം എന്തിനാണോ പോയത് അത് നേടിയാണ് തിരിച്ചെത്തിയതെന്നും പറയുന്നു. തരൂർ ഇവിടെ വന്നു, പ്രധാനമന്ത്രിയെ കണ്ടു, അതിനുശേഷം അദ്ദേഹം ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ ആ ലേഖനം അദ്ദേഹം ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ രാഷ്ട്രീയവും ചരിത്രവും കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയായ കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് എന്ത് രാഷ്ട്രീയം അറിയാം, എന്ത് ചരിത്രം അറിയാം? നെഹ്റു കുടുംബത്തിൻ്റെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു അവകാശം തനിക്ക് ഇന്ത്യ ഭരിക്കാനുണ്ട് എന്ന മട്ടിൽ ഇറങ്ങി വന്നതാണ്. പക്ഷേ അത് മുഴുവൻ BJP തല്ലിക്കെടുത്തി ഇനി ഒരു കാലത്തും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള രീതിയിലാക്കി. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇല്ലാതായതും. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാളെ കൊണ്ട് പാർട്ടി നയിക്കാൻ കഴിയുമോ? കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ വന്നു നിന്ന് വിജയിച്ചു. അത് കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിൽ നിന്നാലും വിജയിക്കുന്ന മണ്ഡലമാണ് വയനാട്. പിന്നെ അതിനുശേഷം അങ്ങ് രണ്ടാമത്തെ തവണ മത്സരിക്കുമ്പോഴും 2 ഇടങ്ങളിലാണ് മത്സരിച്ചത്. അപ്പോൾ കേരളം ഒരു സുരക്ഷിത ഇടമായിട്ട് കണ്ടുകൊണ്ട് മാത്രം വന്നതാണ്. അല്ലാതെ ഈ രാഷ്ട്രീയമോ ചരിത്രമോ അറിയുന്ന ആളല്ല.
പാർലമെന്റിൽ പോലും പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ സഭയിൽ ഉണ്ടാകാറില്ല. അത് പ്രിയങ്ക മാത്രമല്ല, സഹോദരിയും പിന്നെ സഭയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. രാഹുലുമില്ല, പ്രിയങ്കയുമില്ല. അപ്പൊ പാർട്ടി അനുമതിയില്ലാതെ മോദി സംഘത്തിൽ ചേർന്ന് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ എംപിമാർ ഇക്കാര്യത്തിലൊക്കെ പരസ്യ പ്രതികരണം നടത്തുന്നത് കോൺഗ്രസ് വിലക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശശി തരൂർ വിലക്ക് ലംഘിച്ച് നിലപാട് ആവർത്തിച്ചുകൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പൊ തരൂര് ഓരോ സമയത്തും ഇങ്ങനെ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനൊട്ട് തരൂരിനെ എടുത്ത് കളയാൻ പറ്റത്തില്ല, തരൂരൊട്ട് പോകുന്നുമില്ല. അങ്ങനെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഇതുപോലെ ധർമ്മസങ്കടത്തിലാക്കിയിട്ടുള്ള വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ്സുകാർ തന്നെ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ ആലോചിക്കുന്നുണ്ട്, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കൊന്നും കൊണ്ടുവരാതിരുന്നത് നന്നായി എന്ന്. ശരിയാണ്, അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? തരൂരിനെ പോലുള്ള ഒരാൾ തൻ്റെതായ രീതിയിൽ പാർട്ടിയെ കൊണ്ടുപോകുമായിരുന്നു, പാർട്ടി ഗുണം പിടിക്കുമായിരുന്നു. ഇപ്പോഴുള്ളതിനേക്കാൾ 10 സീറ്റെങ്കിലും പാർലമെന്റിൽ കൂടുതൽ കിട്ടുമായിരുന്നു. രാഹുൽ ഗാന്ധിയെ കൊണ്ട് എന്തിനു കഴിയുന്നു? ഉള്ള സീറ്റ് താഴോട്ട് പോകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വെറും ഷോ മാത്രം കാണിച്ച് നടക്കുന്ന അപ്പുമോനാണ് കൂടുതൽ സമയത്തും വിദേശത്താണ് കഴിയുന്നത്. അപ്പൊ KPCC പ്രസിഡന്റ് അടക്കം കേരളത്തിലെ ചില നേതാക്കൾ ലേഖനത്തിനെതിരെ പ്രതികരിച്ചെങ്കിലും പോലും തരൂർ ഒന്നിനും മറുപടി പറഞ്ഞില്ല. സ്വകാര്യ സന്ദർശനത്തിനായി വിദേശത്ത് പോയ തരൂർ തിരിച്ചെത്തിയാൽ പ്രതികരിക്കുമെന്നും BJP വാഗ്ദാനം ചെയ്ത ഉന്നത പദവി സ്വീകരിക്കുമെന്നും ഒക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് തരൂരിനെ ഉൾപ്പെടുത്തുക വരെ ചെയ്തില്ല. കോൺഗ്രസ്സുകാർക്ക് പേടി, ഉള്ള വോട്ട് പോകുമോ എന്നൊരു സംശയം. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ മോദിയുടെ ഗുഡ് ബുക്കിൽ നിൽക്കുന്ന ആളാണല്ലോ തരൂര്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചൊക്കെ പറയുമോ? ഓപ്പറേഷൻ സിന്ദൂറിൽ നരേന്ദ്രമോദിയുടെ പങ്ക്, നരേന്ദ്രമോദി ഈ ഭീകരവാദികളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചത്, അതിനെയൊക്കെ വിദേശ നയതന്ത്ര കാര്യങ്ങളെ കുറിച്ചൊക്കെ വാനോളം വാഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കും കൂടുതൽ ക്ഷീണമുണ്ടാക്കും എന്ന് മനസ്സിലാക്കി തരൂരിന് നിലമ്പൂരിന്റെ അതിർത്തി പ്രദേശത്ത് പോലും കടത്തിവിട്ടില്ല എന്നുള്ളത്. തരൂരിന് അവിടെ എത്തിയിരുന്നുവെങ്കിൽ ഇവർക്കൊരു പക്ഷേ 10 വോട്ട് കൂടുതൽ കിട്ടുമായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും അബദ്ധമേ സംഭവിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തരൂരിലൂടെ കോൺഗ്രസിന്റെ ഇമേജ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് കഴിയാതെ പോകുന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയം.